വർക്ക് ചെയ്യണേ? ഞാൻ KSRTCയിലായിരുന്നു. 30 വർഷം KSRTCയിൽ ജോലി ചെയ്തു. ഇപ്പോൾ പെൻഷനായിട്ട് 13 വർഷമായി. മോനെവിടെ വർക്ക് ചെയ്യുന്നത്? ഞാൻ മാതൃഭൂമിയിലുള്ള. KSRTCയിലായിരുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. 3 മാസമായി പെൻഷൻ കിട്ടിയിട്ട്. നിങ്ങളിതൊക്കെ ഒന്ന് വാർത്ത കൊടുക്കണം കേട്ടോ. നമ്മൾ വാർത്ത കൊടുക്കാത്തതുകൊണ്ടല്ലോ കേട്ടോ. നമ്മൾ എന്തുമാത്രം വാർത്തകളാണ് കൊടുക്കണം? നിങ്ങൾ വാർത്ത കൊടുക്കാത്തതുകൊണ്ടെന്നല്ല ഞാൻ പറയുന്നത്. നിങ്ങളുടെ വാർത്ത വരുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ വളരെ വളരെ ദയനീയാവസ്ഥയിലാണ് പെൻഷൻകാരുടെ അവസ്ഥ. ആ നെല്ലിമൂട് ഉള്ളൊരു സത്യദാസ്, അയാൾ സ്ട്രോക്ക് വന്ന് ഇത്രയും നാളായി കിടപ്പിലാണ്. സത്യദാസിൻ്റെ വീട് എവിടെയാണ്? അത് ഈ വിഴിഞ്ഞം നെല്ലിമുട് എന്ന സ്ഥലത്താണ്. അയാൾ 30 വർഷം തിരുവനന്തപുരം സെൻട്രൽ വർക്സിലെ ബോഡി ബിൽഡിംഗ് ഷോപ്പിൽ ജോലി ചെയ്ത ആളാണ്. ഇതാണ് സത്യദാസ്. 2008-ൽ KSRTCയിൽ നിന്ന് പെൻഷനായി. സ്ട്രോക്ക് വന്ന് ശരീരത്തിന്റെ വലതുഭാഗം തളർന്ന് കിടപ്പിലായിട്ട് 14 വർഷം. സമയത്തിന് പൈസ തരാതെ ഇട്ട് വലിക്കുന്നു. ഇവ 3 മാസം കൊണ്ട് തരുന്നില്ല. മരുന്നൊക്കെ വാങ്ങിക്കാൻ ഈ കാശ് തന്നെയാണ്. ഈ കാശ് കിട്ടാതെ വന്നപ്പോൾ പെൻഷൻ വാങ്ങിക്കാനൊന്നും പൈസയില്ല. മരുമകൻ സന്തോഷ് കുമാറിന്റെ ജീവിതവും വീൽചെയറിലാണ്. അങ്കണവാടി ടീച്ചറായ മകളുടെ വരുമാനത്തിലാണ് ഈ കുടുംബം മുന്നോട്ടു പോകുന്നത്. കൂടെ ആശ്രയമായ KSRTC പെൻഷനാണ് മുടങ്ങിയത്. സത്യദാസിൻ്റെ കാര്യം മാത്രമല്ല, അങ്ങനെ എത്രയെങ്കിലും പേര് വളരെ ദയനീയാവസ്ഥയിൽ കിടക്കുകയാണ്. അപ്പോൾ മക്കളുടെ അടുത്ത് കൈനീട്ടി ജീവിക്കേണ്ട ഒരു സ്ഥിതിയിലാണ് എത്തിയത്. ഇങ്ങനെയുള്ള ഒരവസ്ഥയിലാണെങ്കിൽ ഞങ്ങൾ അങ്ങനെ ആലോചിക്കുകയാണ്. കുടുംബമായി തന്നെ ഈ സെക്രട്ടേറിയറ്റ് ഇടയിൽ പോയി ആത്മാഹുതി ചെയ്യണമെന്നാണ് ഞങ്ങളിപ്പോൾ ആലോചിക്കുന്നത്. 3 മാസമൊക്കെ കിട്ടാതിരിക്കുമ്പോൾ ഈ തുച്ഛമായ വരുമാനം കിട്ടി തേയാത്ത ആൾക്കാർ ഈ 3 മാസം എങ്ങനെ പിടിച്ചു നിൽക്കും നമുക്ക് ചിന്തിക്കാമെന്നുള്ളതേ ഉള്ളൂ. കുട്ടികളോട് കൈനീട്ടുമ്പോൾ അവർക്കെന്തെങ്കിലും വാങ്ങിക്കൊടുക്കുവാൻ, അവരെ കൊച്ചുമക്കൾക്ക് എന്തെങ്കിലും വാങ്ങിക്കൊടുക്കുവാൻ കഴിയാത്ത ഈ അവസ്ഥയിലൂടെ ഞങ്ങൾ എന്തിനു ജീവിക്കണം? KSRTCയിലെ പെൻഷനെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്ന എത്രയോ പേരുണ്ട്. നിർത്തേണ്ടടുത്ത് നിർത്തി KSRTC ബസ് ഇതാ ഇങ്ങനെ യാത്ര തുടരുകയാണ്. പെൻഷൻകാരുടെ ജീവിതം വഴിമുട്ടി. ബിജു VS-നൊപ്പം K. സരീഷ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.